ഹാപ്പി ക്രിസ്മസ് നാടകം രണ്ടാം ഭാഗം. നാടകരചന ഫ്രാൻസിസ് ഷിജു സാർ. BGM സോജൻ ഫ്രാൻസിസ്. അവതരണം സെയിൻ കാറ്റഗിസം എനിക്കും. നാവിൽ തൂവും വാനം പാടി ഓ, രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. രാത്രിയാണെങ്കിലോ സ്വപ്നം. ഇതെവിടെ കൊണ്ടെത്തിക്കുമോ കർത്താവേ? രാവിലെ തന്നെ തുടങ്ങി പരാതിപ്പെട്ട് തുറക്കല്. നടക്കട്ടെ. ഇവിടെ സാബു മോന്റെ ഷർട്ട് ഉണ്ടായിരുന്നല്ലോ, അവനിപ്പോ വരുമായിരുന്നല്ലോ. അത് എവിടെയാണല്ലോ ഞാനത് ചുരുക്കി തൂക്കി ഇട്ടത്. ആലോചിച്ചേട്ടോ, എന്താ ഉണ്ട് വിശേഷം? ആ മോൻ വന്നോ? ഞാനിപ്പോ മോന്റെ കാര്യം കൂടെ ആലോചിച്ചതേ ഉള്ളൂ. ചേട്ടാ, ഷർട്ട് റെഡിയായോ? റെഡി ആയടാ, ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചേക്ക. നീ ഇന്ന് വരുമെന്ന കാര്യം എനിക്ക് അറിയായിരുന്നല്ലോ. ഇവിടെ എങ്ങാണ്ട് ഇരിപ്പുണ്ടല്ലേ. എടാ റീത്താമോ, സാബുവിന്റെ ഷർട്ട് എന്തേടി? അത് മോനെ ഇന്നലെ തന്നെ ചേച്ചി അലമാരിയിൽ വെച്ചിരുന്നതാണ്. മോൻ ഇന്ന് വരുമെന്ന് ചേച്ചിക്ക് അറിയാമായിരുന്നല്ല. അപ്പം അതുകൊണ്ട് ഇന്നലെ തന്നെ അതങ്ങോട്ട് ചെയ്തു വെച്ചു. ഇന്ന് മോൻ്റെ ഷർട്ട്. ആലോചിച്ചേട്ടാ, ഷർട്ട് ചുരുക്കി, കൂടാതെ കളറ് ചെയ്തിട്ടുണ്ടല്ലോ, അടിപൊളി. ഞാൻ ഇതേപോലെ വെള്ളയിൽ റെഡ് കളർ ഷർട്ട് നോക്കി നടക്കണായിരുന്നു. ഫ്രണ്ട്സിന് എല്ലാവർക്കും കിട്ടി. എനിക്ക് ഇപ്പോ ആണ് സമാധാനമായത്. ആലോചിച്ചേട്ടൻ അടിപൊളി. കളറാ ഇത്? ഞാനെപ്പോ ചെയ്തു? എടാ സാബു മോനെ, മൊത്തം 50 രൂപ അതിങ്ങോട്ട് തന്നേരി. ചേട്ടാ, വൈകുന്നേരം കല്യാണം കഴിഞ്ഞ് വരുമ്പോ തരാം. ഓക്കെ, പോട്ടെ. ഇനി എന്നവൻ വരിക കണ്ടറിയാം. എന്നാലും ആ കളർ എങ്ങനെ വന്നു? അതിച്ചായ ഇന്നലെ ചാള വെട്ടിയപ്പോ എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞു. നോക്കിയപ്പോ ഈ ഷർട്ടാ കിട്ടിയത്. ഞാനതങ്ങെടുത്ത് കൈ അങ്ങോട്ട് തുടച്ചു. പിന്നെ ഇച്ചിരി സെന്റും കൂടി അടിച്ച് അലമാരിയിലോട്ട് അങ്ങോട്ട് വെച്ചു. അതാ ഉണ്ടായത്. എടി വല്ലപ്പോഴും റേഷൻ മേടിക്കാൻ കിട്ടുന്ന ചെറിയ ജോലിയാണ്. അതും കൂടി നീ ഇല്ലാതാക്കുവോ? എൻ്റെ പൊന്നിച്ചായ, അതറിയാതെ പറ്റിപ്പോയതാണെന്നേ. എന്റെ കർത്താവേ, സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ ഒരു സിനിമ നടനെ പോലെ ഒരാളല്ലേ ആ കയറി വരുന്നത്. അപ്പച്ച, എന്നെ മനസ്സിലായില്ലേ? അമ്മച്ചി, എന്താ ഇങ്ങനെ തുറച്ചു നോക്കണത്? എന്നെ മനസ്സിലായില്ലേ? അപ്പച്ചന്റെ കൂട്ടുകാരൻ ആന്റണി ഇല്ലേ? ആന്റണിയുടെ മകൻ ജോസൂട്ടൻ. എന്റെ ആന്റപ്പന്റെ മോനോ? അതെ അപ്പച്ച, എന്റെ 7ാമത്തെ വയസ്സിൽ ഞാനിവിടുന്ന് പോയതല്ലേ. ശരിയാ, അന്ന് ക്രിസ്മസ് കഴിഞ്ഞ രാത്രി നീ വന്ന് കരഞ്ഞു ചോദിച്ചുവാണ് എന്റെ സേവിക്കുട്ടിനെ കൂടെ അമ്മ വീട്ടിൽ കൊണ്ടുപോക്കട്ടെന്ന്. എന്തോ അവനെ പിരിഞ്ഞിരിക്കാൻ പറ്റിയില്ല. പക്ഷെ പിറ്റേ ദിവസം കൊണ്ടുപോയില്ലേ എന്റെ കുഞ്ഞിനെ.
ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ തിരമാലകൾ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയില്ലേ? ഇച്ചായ നമ്മുടെ മോന്റെ കൂട്ടുകാരനാണ്, അല്ല നമ്മുടെ മോൻ തന്നെയാണ്. കരയില്ല ഇച്ചായ. അപ്പച്ചനും അമ്മച്ചിയും സങ്കടപ്പെടല്ലേ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. പിന്നെ ഇത്രയും കാലം, അന്ന് ഞാനിവിടെ നിന്ന് പോയതിന് ശേഷം സുനാമി വന്ന് ഒത്തിരി ആളുകൾ മരിച്ചില്ലേ, അതുകൊണ്ട് എൻ്റെ അമ്മാവന്മാർ ഇങ്ങോട്ട് വിട്ടില്ല. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു സ്ട്രോക്ക് വന്ന് എൻ്റെ അപ്പച്ചനും ഞങ്ങളെ വിട്ടുപോയി. എന്താ എന്താ പറഞ്ഞു? എന്റെ ആന്റപ്പം പോയി എന്നു? എന്റെ കർത്താവേ! അതെ അപ്പച്ച, അതിനുശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് എൻ്റെ അമ്മാവന്മാരാണ്. എനിക്കിപ്പോൾ ഗൾഫിൽ നല്ലൊരു ജോലിയുണ്ട്. ലീവിന് വന്നപ്പോൾ ആദ്യം തന്നെ ഞാൻ അപ്പച്ചനെയും അമ്മച്ചിനെയും കാണാൻ ഓടി വന്നതാണ്. വന്നുവല്ലോ, സന്തോഷമായി മോനെ. ആ എടി കൊച്ചിനെ കഴിക്കാൻ ഇച്ചിരി ചായ ഇട്ടോണ്ട് വാ. ആ മോനെ, ചോദിക്കാൻ മറന്നു, അമ്മച്ചിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു? ആ അമ്മച്ചി സുഖമായിരിക്കുന്നു. അമ്മച്ചി എൻ്റെ കൂടെ പോരാനിരുന്നതാ. പിന്നെ ഇത്ര ദൂരം യാത്രയായതുകൊണ്ട് അമ്മച്ചിയെ ഞാൻ നിർബന്ധിച്ചില്ല. ഇനി വരുമ്പോ അമ്മച്ചിയെ കൂടി കൂട്ടി വരണം കേട്ടോ മോനെ. വരും, ഉറപ്പായിട്ടും കൊണ്ടുവരും. റീത്താമ്മച്ചേ, ചായ കിട്ടിയില്ലട്ടാ. പണ്ടത്തെ ആ ബഹളം ഇപ്പോഴും അതുപോലെ തന്നെ. ജോസ് മോനൊരു മാറ്റവും ഇല്ലല്ലേ ഇച്ചായ? ഇന്നാ മോനെ ചായ കുടിക്കട്ടാ. അവന് ഇവിടെ അല്ലേടി വളർന്നത്, മറക്കാൻ പറ്റുമോ? അപ്പിച്ച, ഞാൻ ഇറങ്ങിക്കോട്ടെ. നാളെ ക്രിസ്മസ് അല്ലേ അമ്മച്ചി? ഒത്തിരി നാൾ കൂടിയല്ലേ നാട്ടിലേക്ക് വരുന്നു. അതുകൊണ്ട് വീട്ടിലെല്ലാവരും ഒത്തുകൂടുന്നുണ്ട്. നേരത്തെ അങ്ങോട്ട് എത്തണം. ഞാൻ ഇറങ്ങിക്കോട്ടെ. മോനെ, ചോറ് കഴിച്ചിട്ട് പോകാട്ടോ. അത് കൊള്ളാം. രാവിലെ ആണോ അമ്മച്ചി ചോറ്? ഉച്ചയാകാൻ ഇനിയും സമയമില്ലേ? പണ്ട് ഞാൻ വരുമ്പോൾ അമ്മച്ചി തരാറുള്ള കഞ്ഞിയില്ലേ, അതുണ്ടെങ്കിൽ ഇത്തിരി എടുത്തു. അത് കുടിക്കാനാണ് ഞാൻ കൊതിയോടെ ഓടി വന്നു. ആ മകന്റെ ജോലിയൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു? ജോലി കുഴപ്പമില്ല അപ്പച്ച, നന്നായിട്ട് പോകുന്നു. അപ്പച്ച, ഞാൻ ഇറങ്ങിക്കോട്ടെ. ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പാടെ ഒരിക്കൽ കൂടി വരാം അപ്പച്ച. ഇത് അപ്പച്ചനും അമ്മച്ചിക്കുമുള്ള എൻ്റെ ക്രിസ്മസ് സമ്മാനമാണ്. പിന്നെ ഇതിത്തിരി ക്യാഷാണ് കേട്ടോ. ഇതും എൻ്റെ സന്തോഷത്തിനിരിക്കട്ടെ. മോനെ വേണ്ടടാ, എന്തിനാ ഇതൊക്കെ? വേണ്ട. സേവി ഉണ്ടായിരുന്നെങ്കിൽ ക്രിസ്മസ് ഇതുപോലെ തന്നെയല്ലേ അപ്പച്ച? ജോസല്ല, നിങ്ങളുടെ സേവി തന്നെയാണ് ഞാൻ വരും, ഇനിയും വരും എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും കാണാൻ. റീതാമ്മോ, അവൻ വന്നപ്പോ ഒത്തിരി നാളായിട്ടുള്ളൊരു സങ്കടം ഇച്ചിരി കുറഞ്ഞു അല്ലേ? എനിക്ക് സന്തോഷമായി ചായ. അവനെയും നമ്മുടെ മോനെയും ഒരുപോലെ അല്ലേ നമ്മൾ വളർത്തിയത്. നാളെ ക്രിസ്മസ്. ഓരോ ക്രിസ്മസ് വരുമ്പോഴും എന്റെ മനസ്സിൽ ദുഃഖമാണ്. പാഞ്ഞു വരുന്ന തിരമാലകളാണ് മനസ്സിൽ. എന്റെ കർത്താവ്, എന്റെ